കൊച്ചി നഗരത്തിൽ ഗൂണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയെ തുടർന്ന് കൊല്ലപ്പെട്ട ഇംതിയാസിന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപം. കേസ് അന്വേഷണം ആരംഭിച്ച് 3.5 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. 28-ാം തീയതിക്കുള്ളിൽ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് സമർപ്പിക്കാതെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുകയാണ് ക്രൈംബ്രാഞ്ചെന്ന് ആക്ഷേപമുയർന്നു കഴിഞ്ഞു. പ്രസിദ്ധ ഗുണ്ട മരടനീഷും സംഘാംഗങ്ങളും 2012 ഡിസംബർ 26-നാണ് ഇംതിയാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടായിരുന്ന ഇംതിയാസിന്റെ കുടുംബം പരാതിയുമായി രംഗത്ത് വന്നതോടെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലായിരുന്നുവെങ്കിലും പിന്നീട് മന്ദഗതിയിലായി. കേസന്വേഷണം ഏറ്റെടുത്ത് 1.5 വർഷം പിന്നിട്ടിട്ടും ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെയാണ് കേസന്വേഷണം അട്ടിമറിച്ച പ്രതികൾക്ക് രക്ഷപ്പെടാൻ ക്രൈംബ്രാഞ്ച് അവസരമൊരുക്കുന്നതായി ആക്ഷേപമുയർന്നിരിക്കുന്നത്. ഈ മാസം 28-ന് മുൻപായി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് നൽകാതെ കേസിലെ മുഴുവൻ പ്രതികൾക്കും രക്ഷപ്പെടാൻ അവസരമൊരുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കമെന്ന് ഇംതിയാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. കൊച്ചി നഗരത്തിലെ ഗുണ്ടാ നേതാവായ ബായ് നസീറിനോടുള്ള വൈരാഗ്യം മൂലം നസീറിന്റെ സുഹൃത്തായ ഇംതിയാസിനെ അനീഷ് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കേസ്. റിപ്പോർട്ടർ, കൊച്ചി.